വേട്ടക്കാരന്റെ കൂടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ഈ സംഭവം ഉണ്ടായത് മുതൽ ഞങ്ങൾ ആ വിഷയത്തിനകത്ത് ജാഗ്രതയോടുകൂടി ആ ഇരക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഞങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായി അന്ന് ഭരിക്കുന്നതും ആ നിയോജകമണ്ഡലത്തിൽ ജനപ്രതിനിധി മാത്രമല്ല, അന്ന് മന്ത്രി കൂടിയാണ് ശൈലജ ടീച്ചർ. ആ വിഷയത്തിനകത്ത് ഈ പറയുന്ന പ്രതിയുടെ കൂടെ തന്നെയാണ്, പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിന്റെ കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്, കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതിനകത്ത് സമയത്തിന് കൂടെ തെളിവുകൾ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വലിയ വിമർശനത്തിനിടയാക്കിയ ഒരു കാര്യമാണ്. ടീച്ചർക്കും ടീച്ചറുടെ വകുപ്പിനും അങ്ങനെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-യുമായി ധാരണയൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള ധാരണയൊക്കെ ആയിരുന്നു എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പ്രത്യേകിച്ച് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്ത് വളരെ ബോധപൂർവമായ ഇടപെടൽ വേട്ടക്കാരന്റെ ഈ പ്രതിക്ക് വേണ്ടി ഇടപെട്ടു. BJP-യുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു എന്നെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. അതെ, അതാണ് ഒരു മന്ത്രിയിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്ന് ഇതായിരുന്നോ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതെ, ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ ഇവിടെ കൊട്ടിഘോഷിക്കുമ്പോൾ അതിന് വേറൊരു മുഖമുണ്ട് എന്നുള്ളത് പാലത്തായി കേസിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ്. അപ്പോ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞ് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഒരു പിഞ്ചു വാരിക ഇതുപോലെ പീഡിപ്പിച്ചിട്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഒരു അമ്മയാണ്. അവർക്ക് ആ നിലപാട് അവരെടുത്തത് ആരോടൊപ്പമാണ്? ആ കുഞ്ഞിനോട്, കുടുംബത്തോടൊപ്പമല്ലോ അവരെടുത്തത്. ഈ പറയുന്ന പ്രതിയൊക്കെ വേണ്ടിയിട്ടല്ലേ, സംഘപരിവാറുകാരനും ആ BJP-കാരനായ നേതാവിന് വേണ്ടിയല്ലേ. അപ്പൊ എന്ത് തരത്തിൽ ടീച്ചറമ്മ, എന്ത് മാതൃസ്നേഹമാണ് ആ ടീച്ചർക്കുള്ളത് എന്ന് അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു. വലിയ രൂപത്തിൽ വിമർശനങ്ങളാണ്. ഞങ്ങൾ അക്കാലത്ത് കോൺഗ്രസ് ഉൾപ്പെടെ അന്ന് വലിയ രൂപത്തിൽ പ്രതിഷേധമൊക്കെ ഞങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഈ ഇടപെടൽ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ്, പോലീസ് ഭരിക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ വോയിസ് ക്ലിപ്പൊക്കെ ഈ നാട്ടിന് മുമ്പിൽ വന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ആ ടീച്ചർക്ക് അതിനകത്ത് ഒരിക്കലും കൈയൊഴിഞ്ഞു പോകാൻ സാധിക്കില്ല. ടീച്ചർക്ക് അതിനകത്ത് പങ്ക് അതിനകത്തുണ്ട്. അതിപ്പോ കോടതി ഉൾപ്പെടെ ബോധ്യപ്പെട്ടല്ലോ. ഓക്കെ, നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി പ്രതികരിച്ചതിന്. ബിജീഷ് ഗോവിന്ദൻ തുടരുന്നുണ്ട്. ബിജീഷ്, നേരത്തെ നമ്മൾ ഈ വിധിന്യായത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഈ കുട്ടിയോട് മര്യാദയെ പെരുമാറിയെന്ന് പറയുന്ന കൌൺസിലർമാർ, ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിക്ക് ശുപാർശ ചെയ്യുന്നുണ്ടോ കോടതി? ഇവരെ, അതായത് ഈ പറയുന്ന 3 കൗൺസിലർമാരെ ആ സ്ഥാനത്ത് തുടരുന്നതിന് അർഹതയില്ല എന്നുള്ളതാണ് പോക്സോ കോടതി ജഡ്ജി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ പിഞ്ചുകുട്ടി, അതായത് 10 വയസ്സ് മാത്രമാണ് പ്രായം. അതിൻ്റെ ഈ 10 വയസ്സിനിടെ അനുഭവിച്ച വലിയ ക്രൂരത, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി നൽകി. ആ പരാതിയിൽ അന്വേഷണം എന്നുള്ള പേരിൽ വീണ്ടും കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്നുള്ളൊരു നീക്കമാണ് നടത്തിയിരുന്നത്. ആ കുട്ടിയുടെ ബന്ധുക്കൾ, വീട്ടുകാർ പറയുന്നത് ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഏകദേശം 2 മാസത്തോളം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു മാനസിക പീഡനം ഈ കുട്ടിയെ ഏൽപ്പിക്കുന്ന തരത്തിലാണ് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായത് എന്നുള്ളതാണ്. കാരണം കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയാണ് ഈ കൗൺസിലർമാർ മൊഴിയെടുത്തിരുന്നത്. രാവിലെ എത്തുന്നു, അത് കഴിഞ്ഞ് അടച്ചിട്ട മുറിയിൽ ഈ കുട്ടിയെ വൈകിട്ട് 5 മണിവരെ ചോദ്യം ചെയ്യുന്നു. പല ഘട്ടങ്ങളിലും കുട്ടി തളർന്നു വീഴുന്ന അവസ്ഥ, നിരവധി തവണ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ, ഇതൊക്കെ ഈ കുട്ടി ഇതിനിടയിൽ നേരിട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള മാനസിക പീഡനം ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിവരശേഖരണത്തിന്റെ ഘട്ടത്തിൽ കുട്ടി അതിജീവിതം നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി കണ്ടുകൊണ്ടാണ് കുടുംബം അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജയ്ക്ക് പരാതി നൽകുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകുമല്ലോ എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ. പക്ഷേ പിന്നീടും മന്ത്രി ഇടപെട്ടു എന്ന് തന്നെയാണ് കുടുംബം വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൽ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കാണുമ്പോഴാണ് ആ കുടുംബം അത് വലിയ വേദന ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഘട്ടത്തിൽ അവർ പരസ്യമായിട്ടൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. പക്ഷേ മന്ത്രിയുടെ ഭാഗത്ത് ഇതിനകത്ത്, ഈ കത്തിനകത്തൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കിയെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത് ആ കുട്ടി അന്ന് അനുഭവിച്ചിരുന്ന വേദന ഒരു തരത്തിലും ടീച്ചർ ഉൾക്കൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അന്നത്തെ മന്ത്രി ഉൾക്കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഈ കത്തിനകത്തൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ കുടുംബം പരാതി നൽകി. പക്ഷേ ആ പരാതിയെ പരിപൂർണമായി അവഗണിക്കുന്ന സമീപനം ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KK ശൈലജയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് വിധിന്യായത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത.